تبني المجد والعطاء. يا إمارات يا دار السلام، 7 قلوب تنبض بالوئام، 54 عام فخر وعزة، وعلمنا العالي رمز وعزة. في الشارع فن وثقافة ونور، وعجمان بالأمان دائم الحضور. وأما القوين بحر لها حنون، ورأس الخيمة بالعز مسرور. وعلمنا العالي رمز وعزة. وفي الفجيرة أجبالها تعلو، تغني بالمجد والعلا والطموح. من بحرها إلى رملها الذهبي، يبقى الأتحاد وعدا أبدي. يا إمارات المجد يا فخر الزمان، نرفع الراية بكل امتنان. അതിൻ്റെ അന്തസ്സും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ എല്ലാം ഭയങ്കരനായ കളിക്കൂട്ടുകാരനായ ഞങ്ങൾ കൂടെ നിന്നുകൊണ്ട് മുഗലാലിനോടൊപ്പം നിന്ന് ഏത് കാര്യത്തിലും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട മൂസ സരീഫ്, അദ്ദേഹം ലോകോത്തര മോട്ടോർ സ്പോർട്സിന്റെ താരമായിക്കൊണ്ട് ഉന്നതിയിലെത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിലാണ് കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായിക്കൊണ്ട് തന്റെ കരിയറിലെ ഏറ്റവും ഉന്നതമായ മേഖലയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും അവസാനമായിക്കൊണ്ട് ജിദ്ദയിൽ നടന്ന ദേശീയ അന്തർദേശീയ മത്സരത്തിൽ ചാമ്പ്യൻസ് പട്ടം നേടുകയും ഉന്നതമായ വിജയം നേടി അദ്ദേഹത്തിന് സ്വീകരിക്കുന്ന ഈ ചടങ്ങ്, അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. അത് വിവരിക്കുന്നതിന് വേണ്ടി ആരിഫ് വെക്കുകയാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അധ്യക്ഷ പ്രസംഗം എന്ന ചെറിയ തോതിൽ ഞാൻ സൂചിപ്പിക്കാനുള്ളത് സ്നേഹലയം എന്ന് പറയുന്ന ഞാൻ ശരീരം ഈ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയ്ക്ക് പ്രത്യേകമായിട്ട് പ്രസിഡന്റ് ഇല്ല, പ്രത്യേകമായിട്ട് സെക്രട്ടറി ഇല്ല, പ്രത്യേകമായിട്ട് ട്രഷറർ ഇല്ല, പ്രത്യേകമായൊരു ഫണ്ട് ഇല്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കൂടാറുണ്ട്, ഒത്തുചേരാറുണ്ട്. അതൊരു സ്നേഹ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കളിച്ചിരി തമാശകൾ, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നാടിന്റെ പല കാര്യങ്ങൾ ഇടപെടാറുണ്ട്. അത് വലിയ പബ്ലിസിറ്റിയോട് കൂടി ചെയ്യാറില്ല. പക്ഷേ നാടിന്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ലോകോത്തരമായ നിലപാടിലെത്തുമ്പോൾ അവരനുസരിക്കാനും നാട്ടുകാരെ മുമ്പിൽ വെക്കാനും കഴിയുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ പരിപാടി ഇവിടെ കൊണ്ടിരിക്കുന്നത്. മുഗലാലിലെ ഒട്ടനേകം ക്ലബുകൾ, ഒട്ടനേകം സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഒട്ടുമിക്ക ആളുകൾ അത് പ്രതിനിധികളായി ഏറ്റെടുത്തു. മൂസ സരീഫിനെ ആദരിക്കുന്ന ഈ സന്ദർഭത്തിൽ അവരുടെ പ്രതിനിധികൾ ഇവിടെ ചേർന്നിട്ടുണ്ട്. അവര് പല ആളുകൾ കർത്തവ്യമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വളരെ ശ്രദ്ധേയനായ അദ്ദേഹത്തെ ഒരു ചടങ്ങിൻ്റെ ഭാഗം എന്ന നിലയ്ക്ക് മാത്രം പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിത്വത്തെ അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ലോകത്ത് സജീവമാണ് മൂസാഷി. നിലവിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പ്രധാന ചാമ്പ്യൻഷിപ്പുകൾ ഇവയാണ്: ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പ്, മിഡിൽ ഈസ്റ്റ് റാലി ചാമ്പ്യൻഷിപ്പ്, ആഫ്രിക്കൻ റാലി ചാമ്പ്യൻഷിപ്പ്, തായ്ലൻഡ് റാലി ചാമ്പ്യൻഷിപ്പ്, മലേഷ്യൻ റാലി ചാമ്പ്യൻഷിപ്പ്. അതുപോലെ പുതിയ തലമുറക്ക് പ്രചോദനമായി 400-ൽ അധികം മോട്ടോർ സ്പോർട്ട് ഇവന്റുകൾ അദ്ദേഹം രാജ്യത്തുടനീളം സംഘടിപ്പിച്ചിട്ടുണ്ട്.
മോട്ടോർ സ്പോർട്സ് പരിശീലന പരിപാടികളും നടത്തി ഈ രംഗത്ത് പുതിയ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിലും അദ്ദേഹം സജീവമാണ്. അതോടൊപ്പം ലിങ്ക് വേൾഡ് ഓഫ് റെക്കോർഡ്സിലേക്കും അതോടൊപ്പം ഇന്ത്യയിലെ കായിക താരങ്ങൾക്ക് നൽകുന്ന ഖേൽ രത്ന അവാർഡിലേക്കും അദ്ദേഹം നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യം അത് ലഭിച്ചിട്ടില്ല, അദ്ദേഹത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അത് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇത്രയും വലിയ നേട്ടങ്ങൾ കൈവരിച്ച മൂസ ഷെരീഫ് എന്ന വ്യക്തിത്വം അദ്ദേഹത്തെ സ്വീകരിക്കുന്ന സ്നേഹാലയം സംഘടിപ്പിക്കുന്ന മൊഗ്രാൽ പൗരാവലിക്ക് വേണ്ടി സ്നേഹാലയം സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. ചാമ്പ്യൻഷിപ്പ് വിജയി ഒരു പ്രാവശ്യം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇതല്ലാതെ ഒരുപാട് വിജയങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. 250-ലധികം പോഡിയം ഫിനിഷുകൾ 1, 2, 3 സ്ഥാനങ്ങളെല്ലാം ഉൾപ്പെടെ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഏറ്റവും അവസാനം അദ്ദേഹം നേടിയ കിരീടം കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിൽ അവസാനിച്ച സൗദി അറേബ്യയിലെ ജിദ്ദയിൽ 26ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും മികച്ച ടീമുകൾ മാത്രം മത്സരിച്ച വേൾഡ് റാലി ചാമ്പ്യൻഷിപ്പിൽ തന്റെ ജോഡിയായ ഹൈദരാബാദിലെ നബീൻ പുലിക്കല്ലയോടൊപ്പം ചേർന്ന് നേടിയ 2ാം സ്ഥാനം. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ടീമാണ്. ഈ വിജയത്തോടെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയിരിക്കുകയാണ് മൂസ ഷെരീഫും നബീൻ. മോട്ടോർ സ്പോർട്സിനായി തന്റെ ജീവിതം സമർപ്പിക്കുക മാത്രമല്ല മൂസ ഷെരീഫ് ചെയ്തത്, നിരവധി സംഘടനകളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലിപ്പോൾ 2 സംഘടനകളുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. IMSC മോട്ടോർ സ്പോർട്സ് മാംഗ്ലൂർ, KMA മോട്ടോർ സ്പോർട്സ് കേരള, ഇത് രണ്ടിന്റെയും പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അതോടൊപ്പം കാസർഗോഡ് ഓഫ് റോഡേഴ്സ്, അതോടൊപ്പം KL14 മോട്ടോർ സൈക്കിൾ ക്ലബ്, ഇത് രണ്ടിന്റെയും അഡ്വൈസർ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം. നിലവിൽ MRF, ആർക്ക മോട്ടോർ സ്പോർട്സ് എന്നീ പ്രമുഖ ടീമുകളിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഫർവാഡിന്റെയും ആയിഷയുടെയും മൂത്ത മകനായ ഫർവാഡാണ് മൂസ ഷെരീഫിന്റെ ജനനം. മംഗലാപുരത്തായിരുന്നു കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഭാര്യ സഫീന KM, മക്കൾ സയ്യിദുൽ സിലാഹ്, മുഹമ്മദ് ഫലാഹ്, സമാഹ് ഫാത്തിം എന്നീ 3 മക്കൾ. മോട്ടോർ സ്പോർട്സിൽ അവിസ്മരണീയമായ യാത്ര 1993 അദ്ദേഹത്തിന് 22ാം വയസ്സിലാണ് തുടങ്ങിയത്. മൂസ ഷെരീഫിന്റെ ഈ പേരോ 33 വർഷത്തെ സജീവ യാത്രയിൽ അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങൾ ലോകോത്തരമാണ്. ഈ കാലയളവിനുള്ളിൽ അദ്ദേഹം പങ്കെടുത്തത് 343 റാലികളാണ്. ഇത് ഒരു ഇന്ത്യക്കാരന്റെ റെക്കോർഡാണ്. ഇതിൽ 101 അന്താരാഷ്ട്ര റാലികളിൽ പങ്കെടുത്തതും ഒരു ഇന്ത്യക്കാരന്റെ എക്കാലത്തെയും മറ്റൊരു റെക്കോർഡാണ്. 23 ചാമ്പ്യൻഷിപ്പ് വിജയങ്ങൾ കരസ്ഥമാക്കിയത് മറ്റൊരു ഇന്ത്യൻ റെക്കോർഡ്. ചുരുക്കി പറഞ്ഞാൽ റെക്കോർഡുകളുടെ ഒരു തോഴനാണ് നമ്മുടെ അഭിമാനം മൂസ ഷെരീഫ്. അദ്ദേഹം ഈ കാലയളവിനുള്ളിൽ നേടിയ കിരീടങ്ങളിൽ ചില പ്രധാനപ്പെട്ടത് മാത്രം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നു. 8 തവണ ഓവറോൾ ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പ് വിജയി, ഇതും ഒരു ഇന്ത്യൻ റെക്കോർഡാണ്. ഏഷ്യൻ സോൺ 4x4 ചാമ്പ്യൻഷിപ്പ് വിജയി ഒരു പ്രാവശ്യം. ഏഷ്യ പസഫിക് റാലി ചാമ്പ്യൻഷിപ്പ് 2 ഏഷ്യ കപ്പ് വിന്നർ ഒരു പ്രാവശ്യം. ഇന്ത്യൻ റാലി ചാമ്പ്യൻഷിപ്പ് വിജയി ഒരു പ്രാവശ്യം. ഇന്റർനാഷണൽ SUV ചാമ്പ്യൻഷിപ്പ് വിജയി, അതും ഒരു പ്രാവശ്യം. UAE ഫ്രണ്ട് വീൽ ചാമ്പ്യൻഷിപ്പ് 3 പ്രാവശ്യം അദ്ദേഹം കരസ്ഥമാക്കി. ഈ കാർ റാലി എന്ന അതിസാഹസികമായിട്ടുള്ള അല്ലെങ്കിൽ പുരുഷന്റെ പ്രൗഢി തെളിയിക്കുന്ന ഒരു മത്സരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാർ റാലി മത്സരത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അത്ര അധികം പരിചയിച്ചില്ലാത്തൊരു നാട്ടിൽ നിന്ന് ഒരാൾ ചെന്ന് എവിടെയൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ചെന്ന് അദ്ദേഹം ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. അതിലൊക്കെ റെക്കോർഡ് നേടുന്നു, വിജയിക്കുന്നു, പോഡിയം സ്വന്തമാക്കുന്നു. ഈ കാർ റാലി മത്സരത്തില് പോഡിയം സ്വന്തമാക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഏറ്റവും അവസാനം 41 ടീമുകളാണ് ഏറ്റവും അവസാനം മത്സരിച്ചത്. അതില് ആദ്യത്തെ 2ാം സ്ഥാനം നേടുക വെച്ചാൽ ചെറിയ കാര്യമാണ്. ഇത് ആരൊക്കെയാണ് മത്സരിക്കുന്നത്? ഈ ഡ്രൈവർമാര്, റാലിയിൽ പങ്കെടുക്കുന്ന ഡ്രൈവർമാർ ചിലപ്പോൾ ആരൊക്കെയായിരിക്കാം. പക്ഷെ എല്ലാവർക്കും വേണ്ടത് മൂസ ഷെരീഫിനെയാണ്. അതിന്റെ കോ ഡ്രൈവറായിട്ട് അല്ലെങ്കിൽ അതിന്റെ കോർഡിനേറ്റർ അല്ല, നാവിഗേറ്ററായിട്ട് വേണ്ടത് മൂസ ഷെരീഫിനെയാണ്. ഡ്രൈവർമാർ ആരൊക്കെയുണ്ട് അവർക്കൊക്കെ മൂസ ഷെരീഫിനെ വേണം. അത്രമാത്രം ഡ്രൈവർക്ക് ഒന്ന് വെച്ച് പിടിപ്പിച്ചാൽ മതി, സ്റ്റിയറിംഗ് പിടിച്ചൊന്ന് വെച്ച് പിടിപ്പിച്ചാൽ മതി. പക്ഷെ അതിന്റെ ഓരോ ദിശയും എങ്ങനെ പോകണം, എങ്ങനെ സഞ്ചരിക്കണം, എങ്ങനെ വിജയ സോപാനത്തിന് എത്തണം എന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന മൂസ ഷെരീഫാണ്.
ഇതിലും വലിയ അഭിമാനം നമുക്ക് എന്താണുള്ളത്? എനിക്ക് തോന്നുന്നത് മൊഗ്രാൽ ദേശം ഫുട്ബോളിലും മാപ്പിളപ്പാട്ടിലും ഒക്കെ ഈശ്വരന്റെ ഗ്രാമം എന്നൊക്കെ പെരുമയെടുത്ത മൊഗ്രാലിന്റെ അതേ പെരുമയിലേക്ക് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മൂസ ഷരീഫ് അതേ പ്രൗഢിയോടെ അതേ മേന്മയോടെ തന്നെ മൂസ ഷരീഫ് വളർന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ സന്തോഷകരമായിട്ടുള്ള ചടങ്ങിലാണ് നമ്മൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അദ്ദേഹത്തിന് സമയമുണ്ട്, അദ്ദേഹത്തിന് പ്രായമുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം ഇനിയും ഒരുപാട് ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിച്ച് ഇനിയും മൊഗ്രാലിന്റെ പെരുമ നൽകുമെന്ന കാര്യത്തിലും സംശയമില്ല. ഒരുപാട് ഉയരങ്ങളിലെത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ ഈ ദേശത്തിന്റെ പേര് ലോകമാകെ പരത്തട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട അപൂർവ നിമിഷങ്ങളിൽ ഒന്നാണ് റെക്കോർഡുകൾ വാരിക്കൂട്ടി സ്വന്തം നാട്ടിൽ വന്നിരിക്കുന്ന ഒരാൾക്ക് ശിരസ് നിറയെ പൊന്നാടയും കൈ നിറയെ ഉപഹാരവും നൽകുന്ന അത്യപൂർവമായ ചടങ്ങാണ് സ്നേഹാലയിക്കുന്നത്. ഞാൻ മൂസ ഷരീഫിന്റെ പിറകിൽ നിന്ന് തൊട്ടു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളം തുടിക്കുന്നത് ഞാൻ കേട്ടു. ഉള്ളം തുടിക്കാതെ ഇരിക്കില്ല. ഞാൻ ആലോചിച്ചത് ആരിഫ് മൂസ ഷരീഫിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഇത്രമാത്രം റെക്കോർഡുകൾ നേടിയ ഇത്രമാത്രം ഉന്നതികളെ പിന്നിട്ട മറ്റൊരാള് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള കേരളത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ഇത് നമ്മൾ പരിചയിച്ച ഒരു മേഖലയല്ല. ഇപ്പോഴും കാറാനി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലരും ഒരുപാട് വിദൂരത്താണ് നിൽക്കുന്നത്. ഒരു കാലത്ത് നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുവും ഒക്കെ ഇംഗ്ലീഷ് പത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ മാത്രം തുറന്നു നോക്കുമ്പോൾ മാത്രം കാണുമായിരുന്ന കാർ റാലി ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പൊ അത് നമ്മുടെ നാട്ടിൽ ഒരാൾ, നമ്മുടെ കൂട്ടത്തിലെ ഒരാള്, നമ്മോടൊപ്പം നിൽക്കുന്ന ഒരാള് അത് ലോകത്തോളം തൊട്ട് ലോകത്തോളം സഞ്ചരിച്ച് ലോകത്തിന്റെ ഏറ്റവും നിറവിൽ സഞ്ചരിച്ചുകൊണ്ട് ഒരുപാട് റെക്കോർഡുകൾ വാരിക്കൂട്ടി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. 22ാമത്തെ വയസ്സിൽ തുടങ്ങിയ പ്രയാണം 300-ലധികം കാർ റാലി മത്സരങ്ങളിൽ പങ്കെടുക്കുക, അത് 100-ലധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ. ആർക്കായിരിക്കും റെക്കോർഡ് ഉണ്ടാവുക? പരിശോധിക്കേണ്ട വിഷയമാണ്. മൂസ ഷരീഫ് എന്ന പേരുള്ള മൊഗ്രാൽ സ്വദേശിക്കല്ലാതെ മറ്റൊരാൾക്കും അവകാശപ്പെടാത്ത ഒരു അപൂർവ ബഹുമതിയാണ് മൂസ ഷരീഫ് സമ്പാദിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആർക്കാണ് പറ്റുക? നമ്മളിപ്പോഴും ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും മാത്രം പിന്നാലെയാണ്. മലയാളത്തിലെ സംഘടിപ്പിച്ച മൂസ ഷരീഫിനുള്ള ഈ സ്വീകരണം പങ്കെടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. കാരണം ഒരുപാട് വേൾഡ് റെക്കോർഡാണ് നമ്മുടെ നാട്ടുകാരനായ മൂസ ഷരീഫ് ഭേദിച്ചത്. നേരത്തെ പരിചയപ്പെടുന്ന സമയത്ത് ആ മൂസ ഷരീഫ് 300 ചില്ലാനം റാലികളിൽ പങ്കെടുത്ത കാര്യവും 22ാമത്തെ വയസ്സിൽ തുടങ്ങിയ ഈ ജൈത്ര യാത്ര 35 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ മൂസ ഷരീഫിനുണ്ട്. നാട്ടുകാരുടെ പ്രാർത്ഥനയും പിന്തുണയും അതോടൊപ്പം തന്നെ എല്ലാവിധ സപ്പോർട്ടും ഈ അവസരത്തിൽ മൂസ ഷരീഫിനുണ്ടാകും സംശയമില്ല. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം മൊഗ്രാൽ പൗരാവലിയുടെ നേതൃത്വത്തിൽ മൂസ ഷരീഫിന് ഒരു പൗരസ്വീകരണം നൽകിയിരുന്നു. വീണ്ടും ഇങ്ങനെ ഒരു സ്വീകരണം നൽകാൻ അത് സിമ്പിൾ ആൻഡ് ഗ്രാൻഡ്, സിംപിളി ഗ്രാൻഡ് എന്ന് പറയാം. സിമ്പിൾ എന്ന് നേരത്തെ ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. പക്ഷേ എങ്കിലും സ്വന്തം നാട്ടിൽ നൽകുന്ന ഈ ഒരു സ്വീകരണത്തിന് പങ്കെടുക്കാൻ സാധിക്കുന്നതിനെ മൂസ ഷരീഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമായി. രാജീവ് ഗാന്ധി ജന്മനാടിന്റെ ആദരം ഏറ്റുവാങ്ങുന്ന മൂസ ഷരീഫ്, കാസർഗോഡിലെ സ്വന്തം എഴുത്തുകാരൻ ടി എ ഷാഫി. ഈ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ഇതുപോലുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും ഒരു മൂസ ഷരീഫ് രാജ്യത്തിന്റെ അഭിമാനമായി എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാറുണ്ട്. തീർച്ചയായും ഇനിയും അദ്ദേഹം വിജയങ്ങൾ താണ്ടട്ടെ, നമുക്ക് ഇനിയും ഇങ്ങനെ സ്വീകരിക്കുവാൻ പെരുമാറാകട്ടെ, അദ്ദേഹത്തിന് ആരോഗ്യം നിലനിർത്തി പോകുമാറാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അത്രത്തോളം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ
രാഷ്ട്രം എന്ത് തന്നുവെന്ന് നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾ രാഷ്ട്രത്തിൽ നിന്ന് കൊടുത്തു എന്ന് നിങ്ങൾ ചോദിക്കുക എന്ന ജോൺ എഫ് കെന്നഡിയുടെ വാക്കിനെ മൂസ ഷെരീഫിന്റെ പ്രവർത്തനം അർത്ഥവത്തമാകുന്നു. കാരണം അദ്ദേഹം സ്വന്തമായി രാഷ്ട്രത്തിന് ഒരു പ്രശസ്തി നൽകിയിരിക്കുന്നു എന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കമ്പാഷനായിട്ടുള്ള വ്യക്തിയാണ്. ഒരു വർഷത്തിൽ പലരുമായിരിക്കും. അതാണ് നമ്മുടെ മുന്നിൽ നാം സ്വീകരിച്ച പദവികൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ഈ ചടങ്ങ് സംഘടിപ്പിച്ച സ്നേഹാലയത്തിന് എല്ലാവിധ ആത്മസംതൃപ്തി നേടുന്ന ഒരു സായം സന്ധ്യയിലാണ് നാം ഇപ്പോൾ എത്തിച്ചു ചേർത്തിട്ടുള്ളത്. എൻ്റെ മുൻ പ്രാസംഗികർക്ക് സൂചിപ്പിച്ചതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുഗ്രാനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദേശീയ അന്തർദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ മികച്ച നേട്ടം കൈവരിച്ച മൂസ ഷെരീഫ് നമ്മുടെ കൊച്ചു ഗ്രാമമായ മൊഗ്രാലിന്റെ യശസ് വാനോളം ഉയർത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച സ്നേഹലായ ഗ്രൂപ്പിനെ കൂടി അനുമോദിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ ചേർക്കുന്നു. ഇന്നത്തെ പരിപാടിയുടെ വിശിഷ്ടാതിഥിയായി ചേർത്തിരിക്കുന്ന കാസർഗോഡിലെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകൻ ടി എ ഷാഫി, ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രം നമ്മുടെ നാടിൻ്റെ അഭിമാനമായ മൂസ ഷെരീഫ്, മറ്റു വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു സുദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. മൂസ ഷെരീഫിനെ കുറിച്ച് വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്രയെ എം എ ആരിഫിലൂടെ വരച്ചു കാട്ടി, അതിനുശേഷം ടി എ ഷാഫി അതിലും മനോഹരമായി കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകളെല്ലാം ഇവിടെ നമുക്ക് മുമ്പിൽ വിവരിക്കുകയുണ്ടായി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മൂസ ഷെരീഫ് ചൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തെ കാണാൻ ഏറ്റവും വലിയ പ്രത്യേകത, ഇത്രയും വലിയ നേട്ടങ്ങൾ അദ്ദേഹം കൊയ്യുമ്പോഴും സുസ്മേര വചനായി ലാളിത്യത്തിന്റെ പ്രതീകമായി വലിയ അഹങ്കാരം പോലുമില്ലാതെ അദ്ദേഹം സാധാരണക്കാരോടൊപ്പം അദ്ദേഹം ഇവിടുത്തെ ജീവിക്കുന്നു എന്നുള്ളതാണ്. യാതൊരുവിധ ജാടകളൊന്നുമില്ല എന്നത് തന്നെയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ സ്വീകരണ മുറി അദ്ദേഹത്തിന് ലഭിച്ച ഉപഹാരങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓരോ നേട്ടം അദ്ദേഹം കൊയ്യുമ്പോഴും പലപ്പോഴും നമുക്കൊക്കെ വേദന ഉണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ കേരളത്തിലെ പത്രമാധ്യമങ്ങൾ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. പലപ്പോഴും അദ്ദേഹം വിജയിച്ച് കഴിയുമ്പോൾ തന്നെ സ്ഥാപിച്ചാക്കി ഞാനൊരു മെസ്സേജ് ഇട്ട് കൊടുക്കുകയും ഒരു വാർത്ത തയ്യാറാക്കിയാൽ ഉത്തരദേശം വളരെ ഭംഗിയായി തന്നെ ഈ കാര്യം നിറവേറ്റുന്നുണ്ട്. പക്ഷെ മറ്റു മാധ്യമങ്ങൾ, ഇതിന് വേണ്ടത്ര മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രാധാന്യം കൊടുക്കാത്ത ഒരു വിഷമം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ മഹാത്മ്യവും പ്രാധാന്യവും മനസ്സിലായിട്ടുണ്ട്. മാതൃഭൂമി പോലെയുള്ള മുഖ്യധാരാ പത്രങ്ങൾ, മനോരമ അടക്കമുള്ള ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ സ്പോർട്സ് പേജിലടക്കം വാർത്തകൾ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് ഷെരീഫ് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണ്. കൂടുതലായി സംസാരിക്കുന്നില്ല. മൂസ ഷെരീഫ്, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്നെ പഠിപ്പിക്കുന്ന സുഹൃത്തുക്കളെ, മൂസ ഷെരീഫിനെ കുറിച്ച് ഇനിയും ഞാൻ ഇവിടെ പറഞ്ഞാൽ അത് ഒരു ആവർത്തന നിരസത ഉണ്ടാക്കുമെന്നുള്ള ബോധമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാവിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വേൾഡിൽ റണ്ണേഴ്സ് അപ്പാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഇനി അതിൽ ഒന്നാം സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അതിനുള്ള ആരോഗ്യവും ആയുസ്സും അദ്ദേഹത്തിന് സർവശക്തനായ സർവേശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു കാര്യം, മൂസ ഷെരീഫ് ഒരു സ്പോർട്സ്മാൻ മാത്രമല്ല, നമ്മുടെ നാടിന്റെ കാരുണ്യ മേഖലയിൽ വളരെയധികം എല്ലാ സംഘടനകളെയും ഒരുപാട് സഹായിക്കുന്ന, ഒരു സഹായസ്ഥങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ നാടിലെ സാമൂഹിക സാംസ്കാരിക സംഘടനകളെയൊക്കെ അദ്ദേഹത്തിനെ കോൺഗ്രസ് കഴിയുന്ന രീതിയിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന കാര്യം കൂടി ഞാൻ ഇവിടെ ഓർപ്പിക്കുന്നു. അദ്ദേഹത്തിനും ഈ പരിപാടി സംഘടിപ്പിച്ച സ്നേഹാലയത്തിനും സ്വാഗത പ്രസംഗം മുതൽ അധ്യക്ഷ പ്രസംഗം
അതുപോലെ തന്നെ ഇവിടെ നടന്ന പരിചയപ്പെടുത്തൽ പ്രസംഗത്തിലൊക്കെ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ നമ്മുടെ ഈ നാടിൻ്റെ അഭിമാനം ലോകത്തോളം ഉയർത്തിയ പ്രിയപ്പെട്ട മൂസ ഷരീഫ് അവരുകളെ ആദരിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ. അപ്പോൾ എൻ്റെ റാലി പ്രിപ്പയർ ആയിട്ട് ബൈക്ക് കൊണ്ട് ഞാൻ ഇവിടെ ഇപ്പം വരും. ഞാൻ പിന്നെ നല്ല സ്പീഡിലായിരുന്നു അപ്പോൾ ഓടിക്കുന്നത്. ഒരു 93 നിന്ന് 95 വരെ ബൈക്കിലാണ് ഞാൻ റാലി മത്സരിച്ചത്. ഏകദേശം ഒരു 20ഓളം ബൈക്കിൽ വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നു 95 വരെ. പിന്നെ അതിനുശേഷം അപ്പം തന്നെ എനിക്ക് നല്ലൊരു നാവിഗേറ്റർ കിട്ടുന്നില്ല. ഞാൻ റൈഡറായിരുന്നു, നല്ലൊരു നാവിഗേറ്റർ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഞാനങ്ങനെ നാവിഗേറ്ററായിട്ട് യൂട്ടിക്കാരുടെ റൈഡറാക്കിയിട്ട് എൻ്റെ തന്നെ ബൈക്ക് യൂട്ടിക്കാരുടെ റൈഡറായിട്ടാണ് കുറേ റൈലുകൾ ഓടിച്ചു. പിന്നെ വേറെ കുറേ ആളുകൾ കൂടെ എല്ലാം ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ഓടിച്ചു. പിന്നെ ഞാൻ വിചാരിച്ച പിന്നെ ഞാൻ എൻ്റെ നാവിഗേഷൻ പഠിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആയി. അപ്പോൾ വിചാരിച്ചാൽ ഞാൻ ഇതേ ഫീൽഡ് കണ്ടിന്യൂ ചെയ്യുന്ന ബെറ്റർ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ള നോക്കുമ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള നാവിഗേറ്ററിനാണ് എപ്പോൾ ഡിമാൻഡ്. നല്ല ഫോമിലുള്ള റൈഡർ അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് വരും. പിന്നെ അവരുടെ ഫോം ഓട്ടോമാറ്റിക്കലി പുറത്ത് പോകും. അപ്പോൾ നാവിഗേറ്റർ ആയിട്ട് ഉള്ള ആൾക്കാർക്ക് കൂടുതൽ ഡിമാൻഡും എക്സ്പീരിയൻസും സീനിയോറിറ്റി ഉള്ള ആൾക്കെല്ലാം പിന്നെ ഇതിന് ഒരു ഏജ് റിട്ടയർമെന്റ് ഒന്നുമില്ല. എത്ര എക്സ്പീരിയൻസ് ഉണ്ടോ അത്ര ഡിമാൻഡാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പിന്നെ ഞാൻ റൈഡറായിട്ടുള്ളത് തന്നെ ഞാൻ ചേഞ്ച് ആക്കിയിട്ട് ഞാൻ നാവിഗേറ്റർ 95 മുതൽ തന്നെ ഞാൻ ബൈക്ക് ഷോപ്പ് ചെയ്ത് 4 വീലറിൽ നാവിഗേറ്റർ. അതിനുശേഷം MRF, JK ടയർ, പിന്നെ ഒരുപാട് വേറെ ടാറ്റ ടീം, ഇങ്ങനെ മഹീന്ദ്ര, ഇങ്ങനെ വേറെ ടീമിലൊക്കെ കോമ്പീറ്റ് ചെയ്തു. ഒരുപാട് ഡിഫറെൻറ്റ് ആളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഇപ്പൊ ഇതുവരെ 56 ഡിഫറെൻറ്റ് ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പാർട്ണറായിട്ട് മത്സരിച്ചത്. അപ്പോൾ അതൊരു റെക്കോർഡാണ്. അത്രയും കൂടെ ആൾക്കാരെ കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് തന്നെ ഒരു വലിയൊരു നേട്ടം. അപ്പോൾ ഇത്ര ആൾക്കാരുടെ കൂടെ മത്സരിക്കുന്നത് മാത്രമല്ല, മത്സരിച്ച ആൾക്കെല്ലാം മാക്സിമം ഫിനിഷിംഗ് റെക്കോർഡ് കൂടി എനിക്കുണ്ട്. ഇന്റർനാഷണൽ റാലിയിൽ 95% ഞങ്ങൾ ഫിനിഷിംഗ് റെക്കോർഡുണ്ട്. അപ്പോൾ കൂടെ ആരൊക്കെ കൂടെ മത്സരിക്കുന്ന അവരുടെ കൂടെ എല്ലാം ഫിനിഷ് ചെയ്തിട്ട് അവർക്കെല്ലാം തിരിച്ചു പോകുമ്പോൾ ഏതൊരു അവരുടെ കാറ്റഗറിയിൽ നമുക്ക് പ്രൈസ് കിട്ടും. അപ്പോൾ ഇതായിരുന്നു ഞാൻ നാവിഗേറ്ററായിട്ട് ചൂസ് ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ 33 ഇയർ ആണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയത്. ഇപ്പോൾ ഈ അടുത്ത ആഴ്ച നമുക്ക് ഡിസംബർ ആകുമ്പോൾ 33 ഇയേഴ്സ് കംപ്ലീറ്റ് ആവും. അങ്ങനെ അടുത്ത സീസൺ 34th സീസൺ ആയിരിക്കും മത്സരിക്കുന്നത്. പിന്നെ എനിക്ക് എപ്പം ഡേ 1 മുതൽ തന്നെ മുൻകാലിന് എല്ലാവരുടെ സപ്പോർട്ട് അതാണ് ആവശ്യമുള്ളത്. നാട്ടുകാരുടെ സപ്പോർട്ടാണ് മെയിൻ ആവശ്യമുള്ളത്. വേറെ ഇവന്റിന്റെ അടുത്തുള്ള കുറെ ആൾക്കാർ ഓൾ ദ ബെസ്റ്റ് അങ്ങനെയൊക്കെ പറയും. പക്ഷേ അത് അങ്ങനെ നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നതല്ല. നാട്ടുകാർ എപ്പോൾ ഓൾ ദ ബെസ്റ്റ് പറയുന്നത് അത് നമ്മളോട് സ്നേഹത്തോടുകൂടി പറയുന്നത്. അപ്പോൾ ഓരോ റാലിയിൽ മത്സരിക്കുമ്പോഴും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കിയിട്ട് നാട്ടിലത്തെ എത്രയോ ആൾക്കാർ ചിലപ്പോൾ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ. അങ്ങനത്തെ അത്രയും കൂടുതൽ ആൾക്കാർ എപ്പോൾ കമന്റ് ഇട്ടുണ്ടോ. പിന്നെ മൊഗ്രാലിലെ എനിക്ക് ചിലപ്പോൾ കിട്ടിയത്ര സ്വീകരണം വേറെ ഒരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. എല്ലാ സംഘടന, എല്ലാ ക്ലബ്, എല്ലാ ആൾക്കാരും അത്രയും സ്വീകരണം നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ചടങ്ങ് ഓർഗനൈസ് ചെയ്ത സ്നേഹാലയം, അതുപോലെ തന്നെ മുഖരല്ലേ എല്ലാ സംഘടനകൾക്കും എല്ലാവർക്കും زايد الخير والعزم المستنير والتبيت المعنورة في السماء وبيت تبني المجد والعطاء. سبع قلوب تنبو بالوئام 4 ذنوب 5
ഷരീഫ് അവർക്ക് ഈ നാടിന്റെ ഈ ജന്മദേശത്തിന്റെ ആദരവും സ്വാഗതവും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. خيمة بالعز مسرور يا إماراتي يا دار السلام 7 قلوب تنبض بالوداد 54 عام فخر وعزة وعلمنا العالي رمز. അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ഷരീഫ് അവർക്ക് ഈ നാടിന്റെ ഈ ജന്മദേശത്തിന്റെ ആദരവും സ്വാഗതവും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. تبني المجد والعطاء يا إماراتي يا دار السلام 7 قلوب تنبض بالوئام 54 عام فخر وعزة وعلمنا العالي رمز وعزة في الشارق فن وثقافة ونور وعجمان بالأمان دائم الحضور وأما القوين بحرها حنون ورأس الخيمة بالعز مسرور يا إماراتي يا دار السلام 7 قلوب تنبض بالوداد 54 عام فخر وعزة وعلمنا العالي رمز وعزة وفي الفجيرة ഷരീഫ് അവർക്ക് ഈ നാടിന്റെ ഈ ജന്മദേശത്തിന്റെ ആദരവും സ്വാഗതവും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ഷരീഫ് അവർക്ക് ഈ നാടിന്റെ ഈ ജന്മദേശത്തിന്റെ ആദരവും സ്വാഗതവും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ഷരീഫ് അവർക്ക് ഈ നാടിന്റെ ഈ ജന്മദേശത്തിന്റെ ആദരവും സ്വാഗതവും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. بدأ الحلم الكبير بزايد الخير والعزم المستنير والدبيب المعمورة في السماء توبية تبني المجد والعطاء يا
الأمان بالأمان دائم الحضور وأما القوين بحرها حنون ورأس الخيمة بالعز مسرور يا إمارات يا دار السلام سبع قلوب تنبض الوئام 54 عام فخر وعزة وعلمنا العالي رمز وعزة وفي الفجيرة أجبالها تعلو تغني بالمجد والعلا والطموح من بحرها إلى رملها الذهبي يبقى الأتحاد وعدة ഷരീഫ് അവർക്ക് ഈ നാടിന്റെ ഈ ജന്മദേശത്തിന്റെ ആദരവും സ്വാഗതവും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. نرفع الراية بكل امتنان അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാണ്. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും മിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, a glow of purity. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്ക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്ക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ
ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.